മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തെ LDF സ്ഥാനാർത്ഥി ഇതാ റോഡ് ഷോ നടത്തുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു കൂടി ചേരുന്നുണ്ട്. മനു, ആവേശം അലതല്ലുകയാണ്. കേരളത്തിൻ്റെ ക്യാപ്റ്റന് എല്ലാ മണ്ഡലങ്ങളിലും, ഇത് സ്വന്തം മണ്ഡലത്തിലെ റോഡ് ഷോയെ എങ്ങനെയാണ് ജനങ്ങൾ വരവേൽക്കുന്നത് മനു? തീർച്ചയായും അജിംഷാദ്, വലിയ ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പെരളശ്ശേരി മുതൽ ഇതാ പിണറായി വരെയുള്ള റോഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയാണ് നമുക്ക് കാണാൻ കഴിയുക. ആ രീതിയിൽ വലിയ ആവേശത്തോടെ ആളുകൾ സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി തുറന്ന ജീപ്പിൽ വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പെരളശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് പിണറായിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് LDF 3.0 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ക്യാപ്റ്റൻ നേരിട്ട് കളത്തിലിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ റോഡ് ഷോ ആവേശകരമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മളിവിടെ പെരളശ്ശേരിയിൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ആരംഭിച്ചിട്ടേ ഉള്ളൂ. പെരളശ്ശേരി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് തുടങ്ങിയത്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ കാണാം ആയിരക്കണക്കിന് വാഹനങ്ങളാണ്, ഇരുചക്ര വാഹനങ്ങളും കാൽനടയായിട്ടുമൊക്കെയായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് മുഖ്യമന്ത്രിയോടൊപ്പം ഈ റോഡ് ഷോയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ആവേശക്കളം തന്നെ തീർക്കുന്നു എന്ന് വേണം നമുക്ക് ഇവിടെ പറയാൻ. അതിന്റെ സ്വീകരണം ഇങ്ങനെയാണ് അജിംഷാദ്. ആദ്യം പെരളശ്ശേരി, അതിനുശേഷം 3-ാം പാലം, പിന്നെ ചിറക്കുനി, മീത്തലപീടിക, മുഴുപ്പിലങ്ങാട്, ഒപ്പം തന്നെ കുളമ്പസാർ, ഇണ്ടേരി അമ്പലം, മീത്തലേക്കണ്ടി, കാടാച്ചിറ, ആടൂർ പാലം, ചാല, കൊയ്യോട്, മയ്യാരം, അങ്ങനെ അവസാനം മമ്പറം പിണറായി. അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വഴി ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലായിടങ്ങളിലും വലിയ ജനസഞ്ചയം തന്നെ മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ രീതിയിൽ ആവേശകരമായി മുന്നോട്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ തത്സമയം നമുക്ക് ഏറ്റവും മിഴിവോടെ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, തത്സമയം ഞങ്ങൾ കാണുകയാണ്. ക്യാപ്റ്റൻ ആ ജീപ്പിൽ. യെസ്, അതെ, ഇരുവശങ്ങളിലേക്കും ആളുകളെ ഇങ്ങനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വരുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ LDF ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാണ് അജിംഷാദ്. വലിയ കാഴ്ചയാണ്. എത്രമാത്രം അത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം ആവേശത്തോടെ ഇന്ന് ഉച്ച മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രീതിയിൽ ഏറ്റവും ആവേശകരമായി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡുകളിൽ ബസ്സുകളിലൊക്കെ നിർത്തിയിട്ട് ആളുകൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ആവേശത്തോടെ കൈ കാണിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ LDFന്റെ ക്യാപ്റ്റൻ, കേരളത്തിന്റെ ക്യാപ്റ്റൻ 3.0 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നു വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആവേശകരമായ ഒരു റോഡ് ഷോ ഇതിങ്ങനെ അവസാനം പിണറായിലാണ് സമാപിക്കുക. ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു നിൽക്കും. അങ്ങനെയാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും വലിയ സ്വീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളതിങ്ങനെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അജിംഷാദ്. നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഏതായാലും ആവേശകരമായൊരു കാഴ്ച തന്നെ. അതായത് നൂറുകണക്കിന് വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ, അതിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ വഴിയരികിൽ അതുപോലെ കാത്തു നിൽക്കുന്ന ആളുകൾ. ഇതൊക്കെ എല്ലായിടങ്ങളിലും ചെങ്കൊടികൾ പാറിപ്പറക്കുന്നൊരു കാഴ്ച അജിംഷാദ് മനസ്സിൽ ചിന്തിച്ചു നോക്കൂ. ആ ഒരു കാഴ്ചയുടെ നടുവിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ജംഗ്ഷനിലും ഓരോ സെൻറ്ററുകളിലും കൂടുതൽ ആളുകൾ റോഡ് ഷോയുടെ ഭാഗമായി അണിനിരക്കുന്നു. നമ്മളത് തത്സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് പിണറായി എത്തുമ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ റോഡുകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒരു ജനസഞ്ചയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും LDF ക്യാമ്പിൻ്റെ ഏറ്റവും ആവേശം നിറഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ ധർമ്മടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടങ്ങളിലേക്കും പ്രചരണ പരിപാടികൾക്കൊക്കെ പോയി മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ സജീവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇന്നിപ്പോൾ നാളെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നതിന് മുൻപ് റോഡ് ഷോയുമായി കളം നിറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് LDF തുടങ്ങി ഇനി അടുത്ത സ്വീകരണ കേന്ദ്രം എവിടെയാണ് മനു? നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പെരളശ്ശേരിയിൽ നിന്ന് തുടങ്ങി അടുത്ത സ്വീകരണ കേന്ദ്രം. തീർച്ചയായും അജിംഷാദ്, ഇനി നമുക്കറിയാൻ കഴിയും അടുത്ത സ്ഥലം എന്ന് പറയുന്നത് 3-ാം പാലം എന്ന് പറയുന്ന സ്ഥലമാണ്. 3-ാം പാലം, അതിനുശേഷം ചിറക്കുനി, മീത്തലേപീടിക, മുഴുപ്പിലങ്ങാട്, കുളമ്പസാർ, ഇണ്ടേരി അമ്പലം, മീത്തലേക്കണ്ടി, കാടാച്ചിറ, ആടൂർ പാലം, ചാല, കൊയ്യോട്, മൊയ്യാരം, മൗവഞ്ചേരി, കാവിൻമൂല, തട്ടാരിപ്പാലം, ചാമ്പാട്, മമ്പറം, പിണറായി. അങ്ങനെയാണ് അജിംഷാദ് അതിൻ്റെ ഒരു ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് അതിൻ്റെ ഒരു യാത്രാ വഴി കാണാൻ കഴിയുക. ഏതായാലും
വളരെ ആവേശത്തോടെ ഇങ്ങനെ ജാഥ റോഡ് ഷോ മുന്നോട്ട് പോകുന്നു. വഴിയരികുകളിൽ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. നമ്മൾ ഇത്രയും ദിവസം കണ്ടല്ലോ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണത്തിന് പോയി ആവേശം തീർക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എനിക്ക് മണ്ഡലത്തിൽ അധിക ദിവസം ഉണ്ടാകാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളുമെന്ന് ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാണ്. ഇന്നിതാ കളം നിറയുന്ന കാഴ്ച, അക്ഷരാർത്ഥത്തിൽ ഇവിടെ അതുപോലെ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എവിടെ തിരിഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ ധരിച്ച ടീഷർട്ടുകളും ഒക്കെ ഇട്ടുകൊണ്ട് ആളുകൾ റോഡ് ഷോയുടെ ഭാഗമാകുന്നു. വളരെ ആവേശത്തോടെ മുന്നോട്ട് പോകുന്നു. അതിങ്ങനെ നമ്മൾ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. ഈ പ്രചരണ വാഹനത്തിന്റെ പുറകിൽ നിരവധി വാഹനങ്ങളുണ്ട് അജിംഷാദ്. അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇതിന്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടിയെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൃശ്യമാണ്. മാത്രമല്ല ഈ ദൂരെ നിന്ന് പോലും സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ളവർ വരെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വെയിൽ തടഞ്ഞുകൊണ്ട്, കണ്ണിലേക്ക് വീഴുന്ന വെയിൽ തടഞ്ഞുകൊണ്ട് അവർ നോക്കുന്നു. കാണാം ഞങ്ങൾക്ക് ആ ദൃശ്യം. അങ്ങനെ ആ നാടിന്റെ ആവേശം ഒരു പരിച്ഛേദമായി നൽകിക്കൊണ്ടിരിക്കുകയാണ് മനു. തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ്. ഇരുവശങ്ങൾ മുഖ്യമന്ത്രിയെ കാത്തിങ്ങനെ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, മുഖ്യമന്ത്രി കൈവീശുമ്പോൾ പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പെരളശ്ശേരി സ്കൂൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ ബസ് സ്റ്റോപ്പിലെ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കുക ആശ്രയി. ഇതാ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ആളുകൾ വരിയായി കാത്തു നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ആ രീതിയിൽ വലിയ ആവേശത്തോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഏറ്റവും ആവേശം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ. ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ചുവന്ന തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ മുഖ്യമന്ത്രിയെ കാണാനായി നിൽക്കുന്നു, ആവേശത്തോടെ വരവേൽക്കാനായി നിൽക്കുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. ഇത് പെരളശ്ശേരി സ്കൂളിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിലെ ഒരു കാഴ്ചയാണ്. നമ്മളിങ്ങനെ ആരംഭിച്ചതേ ഉള്ളൂ. തൊട്ടു ചേർന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തു നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നു, മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നു, അഭിവാദ്യം സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ആവേശ കാഴ്ച ഇങ്ങനെ തുടരുകയാണ്. അടുത്ത സെന്ററിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതിലും ആൾ കൂടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ ഇടങ്ങളിലും വലിയ ജനസഞ്ചയം തന്നെ. അതിങ്ങനെ നമ്മൾ കാണുന്നു. കടുത്ത വെയിലാണ്. ഇതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കാത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. കറക്റ്റ് ടൈമാണ്. മുഖ്യമന്ത്രിയുടെ സ്വഭാവം നമുക്കറിയാം. വളരെ കറക്റ്റ് ടൈമിന് പറഞ്ഞ സമയത്തിന് 5 മിനിറ്റ് മുമ്പ് അദ്ദേഹം പതിവ് പോലെ എത്തി, വാഹനത്തിൽ കയറി ആ മിനിറ്റ് കറക്റ്റ് ചിട്ടയിൽ തന്നെ അവിടെ നിന്ന് റോഡ് ഷോ ആരംഭിച്ചു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ അതേ രീതിയിൽ സമയത്ത് പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റോപ്പ് ജംഗ്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ ഇനി കുറച്ച് അല്പം മാറിയാണ് അടുത്ത സെന്റർ എന്ന് പറയുന്നത്. അവിടെയും ഇങ്ങനെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകും. നമ്മളിങ്ങനെ ഈ റോഡ് ഷോയോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ വേദിയിൽ ജീപ്പിൽ തുറന്ന വാഹനത്തിൽ ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ടുണ്ട്. അജിംഷാദ്, വാഹനത്തിന്റെ പേര് ശ്രദ്ധിച്ചോ? ക്യാപ്റ്റൻ എന്നാണ് വാഹനത്തിന്റെ പേര്. അതായത് കേരളത്തിന്റെ ക്യാപ്റ്റൻ കടന്നു വരുന്ന വണ്ടിയാണ്. അതാണ് എല്ലാം രസകരമാണ്. കേരളത്തിന്റെ ക്യാപ്റ്റൻ കടന്നു വരുന്ന വണ്ടിയാണ്. ആ രീതിയിൽ തന്നെ അതിനെ അതായത് ചിലയിടങ്ങളിലൊക്കെ വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ആളുകൾ ഓരോരുത്തരൊക്കെ വന്ന് അഭിവാദ്യം ചെയ്യുന്നു. അവരെയൊക്കെ മുഖ്യമന്ത്രി കൈവീശി കാണിച്ച് പ്രത്യഭിവാദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.